നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സംഗതി ഫിൽ ഫോഡൻ പൊളിച്ചടുക്കിയ മത്സരമാണ്. പക്ഷേ ഏർലിംഗ് ഹാലൻഡിന് ഗോളടിക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പം അങ്ങനെയാണെന്നേ. കളിക്കാനിറങ്ങിയ ഗോളടിക്കണം, പുതിയ റെക്കോർഡ് ഇടണം. അങ്ങനെയായി ആ മനുഷ്യൻ. ഇന്നലെ 4-1 ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ പരാജയപ്പെടുത്തുമ്പോൾ തൻ്റെ മുൻ ക്ലബിനെതിരെ ഏർലിംഗ് ഹാലൻഡിൻ്റെ വക ഒരു ഗോള്, ഫിൽ ഫോഡൻ്റെ വക 2 ഗോള്, ചെർക്കിയുടെ വക 1 ഗോൾ. അങ്ങനെ 4-1 മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ച് കയറിയത്. ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടത്തിലെ പകുതി മത്സരങ്ങൾ പിന്നിടുമ്പോൾ 4 കളികളിൽ നിന്ന് 3 വിജയം, 1 സമനില, 10 പോയിൻ്റോടെ സിറ്റി 4ാം സ്ഥാനത്ത് നിൽക്കുന്നു. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹാലൻഡിൻ്റെ ഗോളടി കഥയാണല്ലോ. അത് അങ്ങനെ പറഞ്ഞാലൊന്നും തീരാത്ത ഒന്നായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നലത്തെ ഗോളോടുകൂടി സിറ്റിയിലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഗോളുകളുടെ കണക്ക് നമ്മളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 54 ഗോളുകളായി കഴിഞ്ഞു. ഗോൾ ഇൻ ദി ചാമ്പ്യൻസ് ലീഗ് സിൻസ് ഹാലൻഡ്സ് ഡെബ്യൂ ഇൻ ദി കോമ്പറ്റീഷൻ. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ ഹാലൻഡ് ഡെബ്യൂ ചെയ്തതിന് ശേഷമുള്ള ഗോളടിയുടെ കണക്ക് നോക്കിയാൽ ഗോൾസ് ഇൻ ദി ചാമ്പ്യൻസ് ലീഗ് സിൻസ് ഹാലൻഡ്സ് ഡെബ്യൂ ഇൻ ദി കോമ്പറ്റീഷൻ നമ്മൾ നോക്കിയാൽ ഹാലൻഡിനേക്കാൾ കൂടുതൽ ഗോളുകൾ അടിച്ച ടീമുകൾ വിരളമാണ്. നമുക്ക് ഹാലൻഡ് 54 ഗോളുകളായി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ സമയം മുതൽ ഇങ്ങോട്ടെടുത്താൽ ന്യൂക്കാസിലാകെ UCL അടിച്ചത് 16 ഗോളുകളാണ്. ആസ്റ്റൺ വില്ല 22 ഗോളുകളാണ്. ടോട്ടനാം 31 ഗോളുകളാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡോ 38 ഗോളുകളാണ്. ആഴ്സണൽ 60 ഗോള്, ചെൽസി 76 ഗോള്, ലിവർപൂൾ 103 ഗോള്. ഇങ്ങനെ പ്രീമിയർ ലീഗിലെ മറ്റ് ക്ലബ്ബുകളുടെ കണക്കുണ്ട്. നോക്കുക, പ്രീമിയർ ലീഗ് ക്ലബ്ബുകളുടെ UCL ഗോളടി ഹാലൻഡിൻ്റെ ഡെബ്യൂവിന് ശേഷം നോക്കിയാൽ 1 ലിവർപൂൾ, 2 ചെൽസി, 3 ആഴ്സണൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഹാലൻഡിൻ്റെ 54 എന്നുള്ള ഗോളടി കണക്ക് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ വരുന്നുള്ളൂ. എത്രത്തോളം പ്രൊളിഫിക്കാണ് ഈ സ്ട്രൈക്കർ എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണിത്. ഇനിയും നോക്കുക, ഈ സീസണിൽ സിറ്റിക്കായിട്ട് 14 കളികളിൽ നിന്ന് ഏർലിംഗ് ഹാലൻഡ് എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് അടിച്ചത് 18 ഗോളുകളാണ്. 14 കളികൾ, 18 ഗോളുകൾ. അതോടൊപ്പം മറ്റൊരു പുത്തൻ റെക്കോർഡ് കൂടി അദ്ദേഹം ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കുറിച്ചിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഇങ്ങനെയാണ്: ഹാലൻഡ്സ് ഫസ്റ്റ് ഹാഫ് ഗോൾ ഫോർ സിറ്റി അഗെയിൻസ്റ്റ് ഡോട്ട്മുണ്ട് സോ ദി സ്ട്രൈക്കർ ബിക്കം ദി ഫസ്റ്റ് പ്ലെയർ ടു സ്കോർ ഇൻ 5 കൺസിക്യൂട്ടീവ് ചാമ്പ്യൻസ് ലീഗ് ഗെയിംസ് ഫോർ ദി 3 ഡിഫറെൻറ്റ് ക്ലബ്സ്. 3 വ്യത്യസ്ത ഡിഫറെൻറ്റ് ക്ലബ്ബുകൾക്കെതിരെ 3 വ്യത്യസ്ത ഡിഫറെൻറ്റ് ക്ലബ്ബുകൾക്ക് വേണ്ടി യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ തുടർച്ചയായ 5 മത്സരങ്ങളിൽ ഗോൾ അടിക്കുന്ന ആദ്യ താരമായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ സീസണിലെ കളികൾ കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ പലരും പറയും, കഴിഞ്ഞ സീസണിൽ ഫെബ്രുവരിയിൽ ചാമ്പ്യൻസ് ലീഗിൽ തോറ്റു പുറത്തായിരുന്നല്ലോ സിറ്റി. അപ്പോൾ ആ കളിയിൽ അവൻ ഗോൾ അടിച്ചിട്ടില്ലല്ലോ എന്ന് പറയാനുണ്ടാവും. പക്ഷേ ആ കളിയിൽ ഹാലൻഡ് കളിച്ചിട്ടില്ല. അപ്പോൾ കളിച്ച കളികളാണ് തുടർച്ചയായിട്ടുള്ള 5 കളികളിൽ ചാമ്പ്യൻസ് ലീഗിൽ 3 വ്യത്യസ്ത ക്ലബ്ബുകൾക്കായിട്ട് ഗോളടിക്കുന്ന ആദ്യ താരമാണ് ഏർലിംഗ് ഹാലൻഡ്. ബൊറൂസിയ ഡോട്ട്മുണ്ടിന് വേണ്ടിയും റെഡ് ബുൾ സാൽസ്ബർഗിന് വേണ്ടിയും നേരത്തെ ഈ നേട്ടത്തിലേക്ക് അദ്ദേഹം എത്തിയിരുന്നു. യെസ്, ഹാലൻഡ് എന്ന ഗോൾ മെഷീൻ വിസ്മയിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.